എടാ ഞാൻ ഇന്നൊരു ആഡ് കണ്ടടാ, പഠിപ്പോണം പൊന്നോണം മെഗാ ഓഫർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് എനിക്ക് ഈ കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരെ കുറിച്ചിട്ട് സംസാരിക്കാൻ എനിക്ക് തോന്നിയത്. ഇവർക്കൊരു ഓണം ഉണ്ടാവില്ല, ക്രിസ്മസ് ഉണ്ടാവില്ല, ഈദ് ഉണ്ടാവില്ല, വിഷു ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. എല്ലാം ലീവൊക്കെ കിട്ടും, ഇവർക്ക് ലീവൊക്കെ കൃത്യം കിട്ടും. ഓണത്തിനുണ്ട്, ക്രിസ്മസിനുണ്ട്, ഈദിനുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ ഇവർ ഒരു നൂൽപ്പാലം പോലെയാണ്. അമർത്തി ചോട്ടിങ്ങനെ ഈ നൂല് കൊണ്ടുള്ള പാല് ഇത് പൊട്ടി, അങ്ങനത്തെ ഒരു കേസാണ് ഇവർ കേസ്. അത്ര സ്ട്രഗിൾസ്. ഇവരെ എക്സാമിൻ്റെ സ്ട്രെസ്സ് മാത്രമല്ല, ഇവർക്ക് ഫാമിലിയിൽ ഉണ്ടാകുന്ന എന്നാണ് ഒരു സ്ട്രെസ് ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എന്തെങ്കിലും ആഘോഷം വരുന്ന, ഇപ്പോൾ ഓണായാലും ഈദായാലും നമ്മൾ ഈ കുടുംബക്കാരെ വീട്ടിൽ, അടുത്തുള്ള വീട്ടിൽ ചെല്ലുന്നൊരു പരിപാടിയുണ്ട്. അപ്പോൾ ഈ കണ്ടപാടന്നെ ഇന്ന് ചോദിക്കാൻ പറയാ, കുറേ ആയില്ലേ പഠിക്കുന്നു, ഒന്നും ആയിട്ടില്ലേ, ഇങ്ങനൊരു ചോദ്യം. നമ്മൾ ബിരിയാണി എല്ലാവരും ഇത് വെക്കുന്നത്. ഈ 90% ഈ പറയുന്ന ആൾക്കാരുണ്ടാവില്ല, ഇതേപോലത്തെ ഒന്നും ട്രൈ ചെയ്യാണ്ട് വീട്ടിൽ കുത്തിയിരിക്കുന്ന ആൾക്കാരായിരിക്കും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന ആൾക്കാർ. അപ്പോൾ ആ ഒരു സംഭവം അതിന് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇതേപോലത്തെ എന്താ പറയുക, സെയിലെല്ലാം വരുന്ന സമയത്ത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ഇങ്ങനെ ഗൈഡ് ഇങ്ങനെ മേടിച്ച് കൂട്ട്. ഗൈഡല്ല, എത്രത്തോളം നമ്മൾ ബുക്ക് വായിക്കുന്നു എന്നുള്ളതല്ല ഇതിൻ്റെ ഫാക്ടർ എന്ന് പറയുന്നത്. ഞാൻ മുമ്പെല്ലാം അങ്ങനെ വിചാരിച്ചിട്ടുണ്ട്, എത്രത്തോളം നമ്മൾ ബുക്ക് വായിച്ച് റെഫർ ചെയ്യുന്നോ അത്രത്തോളം നമുക്ക് അറിവ് കിട്ടും. നമുക്കിത് നമ്മുടെ മെമ്മറിക്ക് ഒരു കപ്പാസിറ്റി ഉണ്ട് ഇല്ലേ, അങ്ങനത്തെ ഓരോ കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഓഫർ കണ്ടപാടെ തന്നെ പോയിട്ട് വാങ്ങാനോ നിൽക്കില്ല. ആ പൈസ എനിക്ക് പാരൻസിനോട് പറയാനുള്ളത്, ആ പൈസക്ക് നിങ്ങൾ ആ കുട്ടിക്ക് എന്താണ് ആ പൈസ നിങ്ങൾ കൊടുത്തിട്ട് പറ, ഈ 5 ദിവസം ഈ വെക്കേഷന് നീ പോയിട്ട് എവിടെയെങ്കിലും ട്രിപ്പ് പോയിട്ട് വാ, എവിടെയെങ്കിലും പുറത്ത് ഫുഡ് കഴിച്ചിട്ട് വാ, അങ്ങനെയായിട്ട് പറയാം. എന്നിട്ട് ഇങ്ങനെ റിലാക്സ് ആയിട്ട് ഈ ഓണം ആകെ കിട്ടുന്നത് ഒരു മെമ്മറീസ് എന്നുള്ള ഇതിൽ ഇങ്ങനത്തെ ഓണോ ക്രിസ്മസോ ആയിരിക്കും അല്ലേ. അതും നിങ്ങൾ പഠിത്തത്തിൻ്റെ പേരിൽ മാറ്റി വെച്ച് കഴിഞ്ഞാൽ പറയാല, ചുമരുണ്ടെങ്കിലേ ചിത്രം വരക്കാൻ കഴിയും.